ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ ഉയർന്ന വ്യാജ ആരോപണങ്ങൾ ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിൻ്റെ ധർമാധിപതിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെയെയും അപകീർത്തിപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ, ഗ്യാങ് റേപ്പും കൊലപാതകവും അടക്കമുള്ള ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ വാർത്തകളായി പ്രചരിക്കുന്നു. പിന്നീട് ഈ ആരോപണങ്ങളിൽ മേൽ അന്വേഷണം ഉണ്ടാകുന്നു. ആ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് കണ്ടെത്തുന്നു. ആ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഗൂഢാലോചന സംഘം, ആ സംഘത്തിന് നേതൃത്വം നൽകിയത് നടൻ പ്രകാശ് രാജാണ് എന്ന വാർത്തയും വെളിപ്പെടുത്തലുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ആരോപണങ്ങൾക്കൊക്കെ ആദ്യം നേതൃത്വം കൊടുത്ത ശുചീകരണ തൊഴിലാളി തന്നെയാണ് പ്രകാശ് രാജിൻ്റെ പേര് ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. നടൻ പ്രകാശ് രാജാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും തന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതിന് പിന്നിൽ പ്രകാശ് രാജാണ് എന്നുമാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്താണ് നടൻ പ്രകാശ് രാജിന് ഈ ഗൂഢാലോചനയിൽ കാര്യം, അല്ലെങ്കിൽ നടൻ പ്രകാശ് രാജിൻ്റെ പേര് എങ്ങനെയാണ് പുറത്തു വന്നത്, അദ്ദേഹം എന്താണ് ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ചെയ്യിച്ചത്? ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ധർമ്മസ്ഥലയ്ക്കെതിരെ നടന്ന ആ വലിയ ആരോപണങ്ങളെക്കുറിച്ച് നമുക്ക് ചെറുതായി ഒന്ന് ഓർത്തെടുക്കാം. അത് മറ്റൊന്നുമല്ല, ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ തെക്കേ ഇന്ത്യയിലെ കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ധർമ്മസ്ഥലയിൽ എത്തുന്നത്. അവിടെ എത്തുന്നവർക്ക്, കേരളത്തിൽ നിന്നടക്കം ധാരാളം ഭക്തജനങ്ങൾ ധർമ്മസ്ഥലയിൽ എത്താറുണ്ട്. അവിടെ എത്തുന്നവർക്കെല്ലാം സൗജന്യ ഭക്ഷണവും താമസവും അടക്കം അവിടെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രം പരിപാലിച്ചിരുന്നത് പരമ്പരാഗതമായ ഒരു കുടുംബക്കാരാണ്. തലമുറകളായി ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം അവർ കൈമാറി വന്നിരുന്നു. ഇപ്പോൾ അവിടുത്തെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയാണ്. ഈ വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെയാണ് ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നത്. വീരേന്ദ്ര ഹെഗ്ഡെയും സംഘവും അവിടെ ഈ ധർമ്മസ്ഥലയിൽ എത്തിയിരുന്ന പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ഈ പെൺകുട്ടികളെ പിന്നീട് കൊന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കുഴിച്ചിട്ടുവെന്നുമാണ് ആരോപണം ഉയർന്നത്. അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി തന്നെ പിന്നീട് ഒരു തലയോട്ടിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി പറയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ താനാണ് ഇവിടെയുള്ള ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ പലതും, നൂറുകണക്കിന് പെൺകുട്ടികളുടെ നഗ്ന ശരീരങ്ങൾ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് സാക്ഷി പറയും പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം തുറന്നു പറയുന്നത് പോലെയാണ് ഈ തിമ്മയ്യ എന്ന് പറയുന്ന ഈ ശുചീകരണ തൊഴിലാളി പോലീസിനോട് ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞത്. പോലീസ് ഈ ആരോപണങ്ങൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടക്കാനുള്ള സാധ്യത അവിടെയുണ്ടോ? വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുന്ന കേന്ദ്രമാണ്, തിരക്കേറിയ പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകം നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കാര്യത്തിൽ കേസെടുക്കാൻ അല്പം അമാന്തിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെ വാർത്തകളുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ആരോപണം ശുചീകരണ തൊഴിലാളി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് യൂട്യൂബർമാർ വലിയ വാർത്തകൾ സൃഷ്ടിച്ചു. ഏതാണ്ട് 900ഓളം യൂട്യൂബ് വീഡിയോകളാണ് പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ധർമ്മസ്ഥല ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെയും അവിടുത്തെ ധർമാധികാരിക്കെതിരെയും ഒക്കെ ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇത്തരം വീഡിയോകൾ വലിയ നാശം അല്ലെങ്കിൽ വലിയ അപഖ്യാതി ഈ ക്ഷേത്രത്തിന് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ധർമാധികാരിയും സംഘവും പിന്നീട് കോടതിയിൽ പോവുകയും ഈ യൂട്യൂബ് വീഡിയോകളെല്ലാം നീക്കം ചെയ്യുകയും ചെയ്തെങ്കിലും പിന്നീട് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വലിയ വാർത്തയായി. കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഈ വാർത്തകൾ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാകണം എന്ന രീതിയിൽ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, വലിയ PR വർക്കുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചന പലപ്പോഴും നമുക്ക് ലഭ്യമായിരുന്നു. കർണാടകയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിലെ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ സുജാത ഭട്ട് എന്ന ഒരു വയോധികയായ സ്ത്രീ, മുൻ CBI ഉദ്യോഗസ്ഥ, അവരുടെ ധർമ്മസ്ഥലയിൽ കാണാതെ പോയ മകൾ, അവരുടെ മകളും അവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാമെന്നും
മകളുടെ മൃതദേഹം അവിടെ തന്നെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഉള്ള ആരോപണവുമായി സുജാത ഭട്ടും രംഗത്തെത്തുന്നു. അങ്ങനെ വാർത്തകളുടെ പ്രളയം തന്നെ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ പിന്നീട് ചമയ്ക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. SIT വേണം, പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ വലിയ അന്വേഷണം വേണമെന്നും ഒക്കെയാണ് പിന്നീട് ആവശ്യങ്ങൾ ഉയർന്നത്. അങ്ങനെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം പ്രഖ്യാപിച്ചു. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചിടത്തെല്ലാം പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിച്ചു. ഈ തലയോട്ടിയുടെ ബാക്കി ഭാഗങ്ങളോ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളോ ഒന്നും തന്നെ അവിടെ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സുജാത ഭട്ട് അടക്കം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി അടക്കം പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ കള്ളത്തരമാണെന്നും ഇതെല്ലാം ക്ഷേത്രത്തിനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും SIT പിന്നീട് കണ്ടുപിടിക്കുന്നു. അതായത് സുജാത ഭട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് SIT നടത്തിയ അന്വേഷണത്തിലാണ് സംശയങ്ങൾ തെളിഞ്ഞു വന്നത്. അതായത് സുജാത ഭട്ട് CBI ജീവനക്കാരി ആയിരുന്നു എന്ന് പറയുന്നു. CBIക്ക് അങ്ങനെ ഒരു ജീവനക്കാരിയെ ഇല്ലായിരുന്നു CBI റെക്കോർഡുകളിൽ. ഈ പറയുന്ന സുജാത ഭട്ട് എന്ന സ്ത്രീ കല്യാണം കഴിക്കുകയോ ഇവർക്ക് മകളുണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് കണ്ടെത്തുന്നു. ജനിച്ചിട്ടില്ലാത്ത ഒരു മകൾ എങ്ങനെയാണ് കാണാതാവുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം വന്നു. ആ സമയത്താണ് സുജാത ഭട്ട് എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞത്. താൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, ഇതെല്ലാം തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, തനിക്ക് അങ്ങനെ ഒരു മകളില്ല, ആ മകളിവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുമില്ല എന്ന് സുജാത ഭട്ട് തുറന്നു പറയുന്നു. പിന്നാലെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയും താൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ ഉയർന്ന ഒരു വലിയ ഗൂഢാലോചന, വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ഉയർന്ന ഒരു വലിയ ഗൂഢാലോചന അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന് അപഖ്യാതി ഉണ്ടാക്കാനായി ചെലവഴിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതായത് തന്നെക്കൊണ്ട് ഈ ശുചീകരണ തൊഴിലാളി ഈ പുതിയ വെളിപ്പെടുത്തലിൽ പറയുന്നത് തന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗിരീഷ് മട്ടന്നവരും അതോടൊപ്പം തന്നെ മഹേഷ് ഷെട്ടിയും ആണ്. ഈ രണ്ടുപേരുമാണ് ഈ കഥകൾ മെനയുകയും ഈ കഥകൾ SITയോട് പറയാൻ തന്നോട് പറയുകയും ചെയ്തത്. അതീവ രഹസ്യമായ ഗൂഢാലോചനയായിരുന്നു അത്. ഇവർ രണ്ടുപേരും ഒരു ദിവസം ഒരാൾക്ക് ഫോൺ ചെയ്യുകയും ആ ഫോൺ തനിക്ക് തരികയും ചെയ്തു. ആ ഫോണിൻ്റെ മറ്റേ തലയ്ക്കൽ നടൻ പ്രകാശ് രാജ് ആയിരുന്നു. പ്രകാശ് രാജ് തന്നോട് പറഞ്ഞു, ഈ പറയുന്ന രണ്ടുപേർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം, അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ താൻ അടുത്ത് കർണാടകത്തിൽ വരുമ്പോൾ തന്നെ കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാം എന്ന് വാഗ്ദാനം തന്നിരുന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത്. മാത്രമല്ല ഇത് മൊത്തത്തിൽ ഒരു 200 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആയിരുന്നു. ഫണ്ട് മുഴുവൻ കേരളത്തിൽ നിന്നാണ് വന്നത്. കേരളത്തിൽ നിന്ന് ഈ ഫണ്ട് മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജാണ്. മാത്രമല്ല ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു അജ്ഞാത സ്ത്രീയുടെ പേരും പറയുന്നുണ്ട്. ഇവരാണ് മുഴുവൻ ഫണ്ടും ഇവിടെ എത്തിച്ചത്. ഈ 200 കോടി രൂപയിൽ 50 ലക്ഷം രൂപ തനിക്ക് തരാമെന്ന് ഇവർ പറഞ്ഞു. ഇതിൻ്റെ പേരിലാണ് താൻ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഈ പറയുന്ന മൊഴി മുഴുവൻ, കള്ളമൊഴി മുഴുവൻ പോലീസിനും SIT സംഘത്തിനും ഒക്കെ നൽകിയത് എന്നുമാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വലിയ ഗൂഢാലോചന സംഘം ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ആ ഗൂഢാലോചന സംഘത്തിൻ്റെ തലവൻ പ്രകാശ് രാജായിരുന്നു എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന മൊഴികൾ പറയുന്നത്. പ്രകാശ് രാജിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. മാത്രമല്ല ഇയാൾ തികഞ്ഞ ഹിന്ദു വിരുദ്ധനും BJP വിരുദ്ധനുമൊക്കെയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയം പറയുന്ന പ്രകാശ് രാജാണ് ക്ഷേത്രത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അന്വേഷണം പ്രകാശ് രാജിലേക്കായിരിക്കും. എന്തുകൊണ്ടാണ് പ്രകാശ് രാജ് ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചത്? അത് തീർത്തും ഹിന്ദു വിരുദ്ധത മാത്രമായിരുന്നോ, അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡെയുമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, അതോ കച്ചവട താല്പര്യങ്ങളാണോ, അത് രാജ്യവിരുദ്ധ ശക്തികൾ പ്രകാശ് രാജുമായി കൈകോർത്തിട്ടുണ്ടോ? ഇക്കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. കേരളത്തിലടക്കം ചില ഇസ്ലാമിക സംഘടനകളടക്കം ഈ ധർമ്മസ്ഥലയ്ക്കെതിരായിട്ടുള്ള പ്രചരണങ്ങളിൽ സജീവമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് അടക്കം ധർമ്മസ്ഥലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിന് പണമിറക്കി എന്ന സംശയവും നേരത്തെ ഉയർന്നിരുന്നതാണ്.